സമീപകാലത്ത് സോഷ്യൽ മീഡിയയിലും പാപ്പരാസികൾക്കിടയിലും ഏറ്റവും അധികം ചർച്ചയായ പേരുകളാണ് സീരിയൽ താരങ്ങളായ ജിഷിൻ മോഹന്റെയും അമയ നായരുടെയും. ഇരുവരുടെയും സൗഹൃദം പലരും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇരുവരും തങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഒന്നിച്ചുള്ള ചിത്രങ്ങളും റീലുകളും പങ്കിടാറുണ്ട്. ഇതിനു താഴെ ഇരുവരെയും അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നതും പതിവാണ്. ഇപ്പോഴിതാ ഒരു ഓൺലൈൻ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ വിവാഹമോചനത്തിന് പിന്നാലെയുള്ള തന്റെ ജീവിതത്തെക്കുറിച്ചും അമയയുമായുള്ള ബന്ധത്തെക്കുറിച്ചും മനസ്സ് തുറക്കുകയാണ് ജിഷിൻ. 3 വർഷത്തോളമായി ജിഷിൻ വിവാഹമോചിതനാണ്. സിനിമ സീരിയൽ താരം വരദയെയായിരുന്നു ജിഷിൻ വിവാഹം ചെയ്തിരുന്നത്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു. ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായിരുന്ന ഇരുവരും കുറെ കാലമായി വേർപിരിഞ്ഞു കഴിയുകയായിരുന്നു. ഒടുവിൽ ഈ വർഷം ജനുവരിയിലാണ് ജിഷിൻ തങ്ങൾ വിവാഹമോചിതരാണെന്ന് വെളിപ്പെടുത്തിയത്. താൻ ഏത് പെൺകുട്ടിക്കൊപ്പം ഫോട്ടോ ഇട്ടാലും ചിലർക്കത് വലിയ പ്രശ്നമാണെന്ന് ജിഷിൻ പറയുന്നു. അമയയുമായി സൗഹൃദത്തിനുമപ്പുറമുള്ള ഒരു ആത്മബന്ധമുണ്ടെന്നും താരം വ്യക്തമാക്കി. വിവാഹമോചനത്തിന് ശേഷം കടുത്ത വിഷാദത്തിലേക്ക് പോയി. ലഹരിയുടെ പിടിയിലായ താൻ അതെല്ലാം നിർത്തിയത് അമയ കാരണമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ ഏത് പെൺകുട്ടിയുടെ കൂടെയുള്ള ഫോട്ടോ ഇട്ടാലും അതെല്ലാം ചർച്ചയാവുകയാണ്. ഞാൻ ഇതൊന്നും കാര്യമാക്കാറില്ല. എന്നാൽ ഇത്തരം കമന്റുകൾ അമയയെ ബാധിക്കുന്നുണ്ട്. അവൾ ആദ്യമായി നൽകിയ അഭിമുഖത്തിന് താഴെ നിറയെ അധിക്ഷേപ കമന്റുകളായിരുന്നു. ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെയാണ് അമയ ജീവിക്കുന്നത്. എന്റെ കുടുംബം തകർത്തു എന്ന തരത്തിലുള്ള അധിക്ഷേപങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ചിലർ പറയുന്നത്? അമയയെ ഞാൻ പരിചയപ്പെട്ടിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. എൻ്റെ വിവാഹമോചനം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇനി വിവാഹമോചനം കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങിക്കൂടണമെന്നാണോ? സന്തോഷിക്കാൻ പാടില്ലേ? വേറെ പെണ്ണിനെ നോക്കാൻ പാടില്ലേ? ജിഷിൻ ചോദിക്കുന്നു. ഞങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് അമയ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞങ്ങൾ തമ്മിൽ സൗഹൃദമുണ്ട്. അതിനു മുകളിലേക്ക് ഒരുപാട് സ്നേഹബന്ധമുണ്ട്. പരസ്പരമായ ഒരു ധാരണയുണ്ട്, ഒരു ബോണ്ടുണ്ട്, പരസ്പരമുള്ള കരുതലുണ്ട്. അതിനെ പ്രണയമെന്നൊന്നും വിളിക്കാനാവില്ല. അത് വിവാഹത്തിലേക്കും പോകില്ല. ആ ബന്ധത്തിനെ എന്ത് പേരെടുത്തും വിളിച്ചോട്ടെ, പക്ഷേ അവിഹിതമെന്ന് പറയരുത്. കമന്റിടുന്ന പലർക്കും ചൊറിച്ചിലാണ്, ജിഷിൻ പറയുന്നു.